അപ്പൊ 15-ാം തീയതിയോടുകൂടി കേസ് കേൾക്കാൻ തുടങ്ങുന്നു. പ്രഭാവതിക്ക് അറിയാലോ, അതോടെ കേസിന്റെ പ്രധാനപ്പെട്ട വാദം ആരംഭിക്കുകയാണ്. അറിയാം സർ. സാക്ഷിമൊഴികളെ ആശ്രയിച്ചാണ് നമ്മുടെ കേസ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ശാസ്ത്രീയമായ തെളിവുകളും കോടതി ആവശ്യപ്പെട്ടേക്കാം. എന്ന് വെച്ചാൽ DNA ടെസ്റ്റ് അങ്ങനെയൊക്കെ. അറിയാം സർ. നമ്മൾ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണം. എന്ന് വെച്ചാൽ സാക്ഷികളുമായി എപ്പോഴും ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. അവരെ എപ്പോഴും ശ്രദ്ധിക്കണം. ആ, പരമേശ്വരൻ ഉൾപ്പെടെ എല്ലാ സാക്ഷികളെയും ഞാൻ വിളിക്കാറുണ്ട്. ജയന്തൻ സർ. ഫീസ് അഡ്വാൻസ് മാത്രമല്ലേ തന്നിട്ടുള്ളൂ? അതെ സർ. അപ്പോ ഫീസിന്റെ അടുത്ത ഗഡു നാളെ തരണം. അല്ല, അന്ന് തന്നത് അത് അഡ്വാൻസിന് പോലും തികയില്ലെങ്കിലും ഞാനത് വാങ്ങിച്ചെന്നേ ഉള്ളൂ. നാളെ ഒരു 5 ലക്ഷം കൂടി വേണം. അയ്യോ സർ, 5 ലക്ഷം അതും നാളെ വേണമെന്നോ? അതെന്താ 5 ലക്ഷം രൂപയെന്ന് പറഞ്ഞപ്പോ അതിശയം പോലെ ചോദിക്കുന്നേ? ഒക്കെ അന്നേ വ്യക്തമാക്കിയിരുന്നല്ലേ? കേസ് വാദം തുടങ്ങിയതിന് ശേഷം മതിയാകുമെന്നാ ഞാൻ കരുതിയത്. പ്രഭാവതി കരുതിയെന്നോ? എന്റെ ഫീസിന്റെ കാര്യം പ്രഭാവതി എങ്ങനെ കരുതുന്നത്? ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്ക് നാളെ വേണം. സാർ ഇതിപ്പോ മനഃപൂർവ്വം ചോദിക്കുന്ന പോലുണ്ട്. മേഡം ആ രീതിയിലൊന്നും സംസാരിക്കണ്ട. സാറിനെ പോലെയുള്ള ഒരാളിന്റെ സർവീസിന് അതിൻ്റെതായ വില കൊടുക്കണം. ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻ കേസ് ഞാൻ എടുക്കാത്തത്. താൻ കാര്യങ്ങളൊക്കെ തെളിച്ച് ഇവരോട് പറഞ്ഞില്ലായിരുന്നോ? ഞാനെല്ലാം തെളിച്ച് പറഞ്ഞതാണ് സർ. സർ, ഞങ്ങളുടെ അവസ്ഥ അറിയല്ലോ. എന്റെ കാര്യങ്ങൾ ഞാനും വ്യക്തമാക്കിയിരുന്നതാ. സാർ പെട്ടെന്ന് ഇങ്ങനെ കാശ് ആവശ്യപ്പെടുമെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു. ഓക്കെ, പ്രഭാവതി പൊക്കോളൂ. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. സാർ പറഞ്ഞിരുന്ന കാശ് ഞാൻ ഉറപ്പായിട്ടും തരും. നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഔദാര്യം ചെയ്യുന്നത് പോലെയാണല്ലോ. ഞാൻ എന്റെ ഫീസ് ആവശ്യപ്പെടുന്നത് ഭിക്ഷയല്ല. അതെനിക്കറിയാം സർ. അതിന് ഒരു സാവകാശം തരണം എന്നാ ഞാൻ ആവശ്യപ്പെട്ടത്. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്ക് പിരിയാം. ഞാൻ വിളിച്ചോളാം. സർ പ്ലീസ്, കേസ്. നിങ്ങൾ ചെല്ലൂ. എനിക്കിന്ന് കുറച്ചധികം അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ വിളിച്ചോളാം. കൊലക്കേസ് പ്രതിയാ. തൂക്ക് കയറ് കിട്ടേണ്ട കേസാണ്. അതിൽ നിന്നാണ് ഊരിക്കൊണ്ടുവരേണ്ടത്. ശരി, പൊക്കോളൂ. കാശ് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട അല്ലേടോ? കിട്ടില്ല സർ, ഇത് നഷ്ടക്കച്ചവടം. നഷ്ടങ്ങളൊന്നും ചുമക്കണ്ട.